പതിനേഴ് അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു. ഈ രാജിക്കത്ത്, രാജി തീരുമാനം മുഖ്യമന്ത്രിയെ മോഹൻലാൽ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് നൽകാവുന്ന വിവരം? ഈ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങൾ. സ്മൃതി പല വഴിക്ക് നിന്നായി അമ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പലരുടെയും നെഞ്ചത്തേക്ക് തറയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത് പ്രതിരോധിക്കാനാകാതെ ഇടറി വീഴുന്നു AMMയിലെ സംഘടനാ നേതാക്കൾ, ഭാരവാഹികൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ നോക്കിയിട്ടും അതിനി പ്രതിരോധിച്ചു നിന്നാലും സ്വാഭാവികമായും ഓരോരുത്തർക്കെതിരായിട്ട് വീണ്ടും ആരോപണങ്ങൾ വരാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുകയും ചെയ്തിരുന്നു. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അതുകൊണ്ടുകൂടി തന്നെയാണ് ഒരു തടി തപ്പൽ എന്ന് തന്നെ വേണമെങ്കിൽ ഈ കൂട്ടരാജിയെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. കാരണം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ പേരിൽ ലക്ഷ്യം വെച്ച് ടാർഗറ്റ് ചെയ്തുള്ള ആക്ഷേപങ്ങൾ വന്നേക്കും. അതുകൊണ്ട് ഒഴിഞ്ഞു മാറി നിന്നാൽ ഒരു പക്ഷേ ഏൽക്കുന്ന പരിക്കിന്റെ തോത് കുറയുമെന്നുള്ളത് കൊണ്ടുകൂടി ആയിരിക്കണം ഒരു പക്ഷേ ഇത്തരമൊരു രാജി. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അതിനപ്പുറത്തേക്ക് അതിൽ ധാർമ്മികതയോ അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു രാജി എന്നും പറഞ്ഞ് പരിശുദ്ധവൽക്കരിക്കാനും അതിനെ മഹത്വവൽക്കരിക്കാനും ആകില്ല എന്നുള്ളത് എന്റെ അമ്മയെ നാട്ടിച്ച്